അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാടിലെ ദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. കേരളത്തിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഇത്തരം ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷിയാകുന്നുണ്ട്. ധാരാളം ജീവനുകൾ, വിലപ്പെട്ട ജീവനുകളും ഒരുപാട് കോടാനുകോടി സ്വത്തുക്കളുടെ നാശനഷ്ടവും ഇത്തരം ദുരന്തങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുന്നുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വെറും ഒരു ന്യൂസ് മാത്രമാണ്. അഥവാ ഇത് കഴിഞ്ഞാൽ, ഇതൊരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത് മറ്റൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവാണ് ആവശ്യം, പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് അവർക്ക് ആവശ്യം. അവരങ്ങോട്ട് പോകും. പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ചർച്ച നടത്താൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മലപ്പുറം ജില്ലയിൽ നിലവിൽ ധാരാളം മലകൾ നിൽക്കുന്ന നാടുകളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രശസ്തമായ കോട്ടക്കുന്ന് നമുക്ക് എടുത്തു നോക്കാം. കോട്ടക്കുന്ന് പഴയ കാലത്തൊരു മൊട്ടക്കുന്നായിരുന്നു. കൂടുതൽ ആളുകളൊന്നും അതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നില്ല. പിന്നീട് ഗവൺമെൻറ് അത് അവിടെ ചില വിനോദസഞ്ചാര കേന്ദ്ര രൂപത്തിൽ അവിടെ ആക്കുകയും സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്തു എന്നതല്ലാതെ ആ മല അവിടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരം ദുരന്തങ്ങൾ അവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊന്നും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഏത് സമയത്തും ഈ മല നിലം പൊത്തും. അഥവാ ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത് എന്താണോ അതേ ദുരന്തം ഈ പറയപ്പെട്ട മലക്ക് താഴെ നിൽക്കുന്ന ഏതൊരു നാട്ടിനും സംഭവിച്ചേക്കാം. ഞാനിവിടെ ആരെയും ഭീതിപ്പെടുത്തുകയോ പേടിപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മളൊരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും ഇത്തരം മലക്ക് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾ, ആളുകൾ ഇത്തരം ഭീതികരമായ സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് മാറി താമസിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? എൻ്റെ ഒരു ചോദ്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, എൻ്റെ കുടുംബം വളർന്ന നാടാണ്, ഇത്തരം അനാവശ്യ കോംപ്ലക്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ജീവിക്കുന്നത് എത്രത്തോളം നല്ലതാണ്. ഒരു ദുരന്തം സംഭവിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അഥവാ രാത്രി ഭക്ഷണം കഴിച്ച് വളരെ സുഖകരമായിട്ട് ഉറങ്ങിയ ആളുകൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ സ്ഥലം തന്നെ അവിടെ കാണുന്നില്ല, അങ്ങനെ ഒരു നാട് തന്നെ അവിടെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, എല്ലാറ്റിലും ഉപരി അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം മനുഷ്യന്മാരെ പോലും പിറ്റേ ദിവസം അവരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ശവം വലിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, മദ്രസകൾ, പള്ളികൾ എന്നു വേണ്ട എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട്, ഇത് സംഭവിക്കുന്നതൊക്കെ മിനിറ്റുകൾ വ്യത്യാസത്തിലാണ്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയവർ പകൽ അവരെ മണ്ണിനടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളരെ ദയനീയമായ കാഴ്ച. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ദുരന്തങ്ങൾ സംഭവിക്കാൻ കുറഞ്ഞ സമയം മാത്രം മതി. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇത്തരം മലകളുടെ താഴെ എന്ത് ധൈര്യത്തിലാണ് ഇവർ താമസിക്കുന്നത്? സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ, ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുള്ള ഇത്തരം മലകളെയൊക്കെ ഒരു പഠനം നടത്തിയിട്ട് ഇതിന് താഴെ ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം സേഫാണ് എന്നൊന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും ഇവിടുത്തെ ജീവന് സർക്കാർ യാതൊരു വിലയും നൽകുന്നില്ല എന്നത്. മാറി മാറി വരുന്ന സർക്കാരുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനൊരു വ്യക്തി തീരുമാനിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇവർ സ്വയം ഇത്തരം മലകൾക്ക് താഴെ യാതൊരു സുരക്ഷയുമില്ലാതെ താമസിക്കുന്ന ഇവർ തന്നെ ഒരു സ്വയം തീരുമാനമെടുത്ത് മറ്റെവിടേക്കെങ്കിലും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക. അപ്പോൾ ചോദിക്കും, എവിടെയാണ് സേഫായ സ്ഥലം? എല്ലാ സ്ഥലവും അപകടം സംഭവിച്ചേക്കാം. പക്ഷേ ഇതുപോലൊരു ദുരന്തം, അതായത് ഒരൊറ്റ ദുരന്തം വരുമ്പോഴേക്ക് 100 കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വലിയ ദുരന്തം, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഒരുപാട് കുടുംബം അവിടെ ഇല്ലാതായി പോകുന്നു, വീടുകൾ നശിക്കുന്നു, മറ്റു കൃഷി,
അതുപോലെ തന്നെ മറ്റുള്ള ബിൽഡിങ്ങുകൾ എല്ലാം നശിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലിയ ഭയാനകമായ നാശനഷ്ടം, അതിലുപരി മനുഷ്യൻ്റെ ജീവനുകളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇന്ന് വയനാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചു, നമ്മൾ ചിന്തിക്കുന്നതാ അത് വയനാട്ടിലല്ലേ, നാളെ നമ്മളും ഈ ദുരന്തത്തിൽ പെടാനിരിക്കുന്നവരാണ് എന്ന് എന്ത് ഉറപ്പാണ് നമുക്ക് ദുരന്തം സംഭവിക്കുകയില്ല എന്നുള്ളത്? ഒരു 10-15 വർഷത്തിനുള്ളിൽ ഈ മലകൾ മുഴുവനും നിലംപൊത്തും. എങ്ങനെ? ഇതുപോലെ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും നിർത്താതെ ഒന്ന് മഴ പെയ്താൽ ഈ മലകൾ മുഴുവനും നിലംപൊത്തും. അപ്പോൾ അതിന് അടിയിൽ താമസിക്കുന്ന ജനങ്ങൾ, അവരുടെ കാര്യവും തീരുമാനമാകും. എല്ലാം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടത്തുന്നു, ഒരുപാട് അന്തിച്ചർച്ച നടത്തുന്നു. ചാനലുകാർക്ക് പരിഹാരം അല്ല, സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളെ അവർക്ക് ആവശ്യമുള്ളൂ. അത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഒരു കൃത്യമായ തീരുമാനത്തിലെത്താൻ സർക്കാരിന് കഴിയണം. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകളും അവർക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ന്യൂസുകൾ കിട്ടണം, പരമാവധി അതിനെ എങ്ങനെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം എന്നതല്ലാതെ മറ്റൊരു ഉത്തരവാദിത്തം ജനങ്ങളുടെ ജീവൻ്റെ വിഷയത്തിൽ അവർക്കില്ല. പിന്നെ ആർക്കാണ് ഇത് വേണ്ടത്? നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. ഇത്തരം ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാൻ ജനിച്ച നാടും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഈ കാണുന്ന മല ഏത് സമയത്തും നിലംപൊത്താൻ സാധ്യതയുണ്ട്. മലകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. മലയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലതും അവിടെ ചെയ്യുന്നു എന്നതല്ലാതെ ആ മല പിന്നീടൊരു ദുരന്തമാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളൊന്നും ഇവിടെ ഒരു മലകൾക്കും എടുത്തിട്ടില്ല. എന്ന് വന്നാൽ അത് ഏത് സമയത്തും നിലംപൊത്താൻ സാധ്യതയുണ്ട്. മല നശിക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ, ഒരുപാട് കോടാനുകോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ദുരന്തം എന്ന പേര് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ചർച്ചകൾ വരട്ടെ, അതിനുള്ള പഠനങ്ങൾ നടക്കട്ടെ. ഇത്തരം ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒന്ന് മാറി താമസിക്കാൻ അവരൊന്ന് ഒരു തീരുമാനത്തിലെത്തട്ടെ. നമുക്ക് ജീവനാണ് വലുത്, നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. അത് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ അത്രയും കാലം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. ആയതുകൊണ്ട് ഈ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഇത്തരം ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് കാരണങ്ങളിലേക്കൊന്ന് വരാം. ഇത് തീർത്തും വ്യക്തിപരമായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു അഭിപ്രായമായിട്ട് മാത്രം ഇതിനെ എടുക്കുക. നമ്മുടെ നാട്ടിൽ മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള കോറി പ്രവർത്തനം, അഥവാ ചെങ്കല്ലാകട്ടെ കരിങ്കല്ലാകട്ടെ, ഇത്തരം കോറികൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം കോറികളിൽ നിന്നെടുക്കുന്ന കല്ല് നമുക്ക് ഉപകാരം തന്നെയാണ്. പക്ഷേ പ്രകൃതിക്ക് ഇതുകൊണ്ടൊക്കെ വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ കോറിക്കാർക്കെതിരെ സംസാരിക്കുകയോ അവരുടെ വരുമാനം മുട്ടിക്കുകയോ, അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി മുട്ടിക്കുകയോ കഞ്ഞുകൂടി മുട്ടിക്കുകയോ അല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് ഈ കോറി ഈ രൂപത്തിൽ വെട്ടിയെടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ധാരാളം ദോഷങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളും പ്രകൃതിക്ക് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം മലകളെ താങ്ങി നിർത്തുന്നതിൽ, അതിനെ പിടിച്ചു നിർത്തുന്നതിൽ ഇത്തരം കോറികൾക്ക് വലിയ പങ്കുണ്ട്. ഈ കോറികൾ മുഴുവനും വെട്ടി നശിപ്പിക്കാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കല്ല് കിട്ടും, നമുക്കൊരുപാട് ബിൽഡിങ്ങുകൾ പണിയാൻ പറ്റും. ഈ ബിൽഡിങ്ങുകൾ പണിയുന്നതും വീട് പണിയുന്നതും കല്ലെടുക്കുന്നതും പണമുണ്ടാക്കുന്നതും എല്ലാം മനുഷ്യൻ്റെ ജീവൻ ഇവിടെ നിലനിൽക്കുക എന്നതിനേക്കാളും മേലെയല്ല. എല്ലാറ്റിലും മുകളിലാണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത്. മനുഷ്യജീവന് ഇതൊരു വെല്ലുവിളിയാണ് എങ്കിൽ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഭൂമിയെ, ഇത്തരം മലകളെ താങ്ങി നിർത്തുന്നതിൽ ഈ പാറകൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാറകൾ മുഴുവനും വെട്ടി നശിപ്പിക്കുന്നു, ഭൂമിക്ക് വൈബ്രേഷൻ വരുന്നു,
നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതുമ്പോൾ ഉസ്താദ് എന്തൊക്കെയായി പറയുന്നത്, ഒരു കുറഞ്ഞ ഏക്കറിൽ കോറി വെട്ടിയത് കൊണ്ട് ഭൂമിക്ക് എന്ത് സംഭവിക്കാനാണ്, അല്ലെങ്കിൽ മലകൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. എല്ലാത്തിനെയും നിസ്സാരമായി കാണുന്നു എന്ന് തന്നെയാണ്. ഭൂമിയിലുണ്ടാകുന്ന ദുരന്തങ്ങളുടെ മുഖ്യ കാരണം മനുഷ്യൻ്റെ കൈകടത്തലുകൾ തന്നെയാണ്. മനുഷ്യൻ്റെ പ്രകൃതിക്ക് നിരക്കാത്ത പല പ്രവർത്തനങ്ങളും തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ജീവനുകൾ അപഹരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ജീവനഷ്ടത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ കൈകൾ തന്നെയാണ്. കോറികൾ ഒരുപാട് ആളുകൾ, ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് കോറി എടുക്കുന്നെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, അവിടെ ജോലിക്കാരായ ആളുകൾ, ഇടനിലക്കാരായ കുറച്ച് ആളുകൾ രക്ഷപ്പെടുന്നു. പക്ഷേ അതിനേക്കാളും വലിയ ദുരന്തം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് ചുറ്റുഭാഗത്തുമുള്ള പല സ്ഥലങ്ങളിലും സംഭവിക്കുമ്പോൾ ഈ കോടികൾ വാങ്ങിയിട്ട് അവിടെ കോറിപ്പണി നടത്തിയ വ്യക്തികൾക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ല. അവരൊക്കെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ട് വീടുണ്ടാക്കാൻ, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഇതിനേക്കാളുമൊക്കെ കുറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുക. പലർക്കും വീട് വെക്കുന്നത് ഇവിടെ 1000-2000 വർഷം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള വീടുകളാണ് പണിയുന്നത്. ഇവരെ കണ്ടുകൊണ്ടാണ് ഇത്തരം കോറികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നിർമ്മാണ മേഖലയിലേക്ക് മറ്റുള്ള സംഗതികളൊക്കെ നമ്മുടെ പ്രകൃതിയെ ഒരു പരിധിവരെ ചൂഷണം ചെയ്യാത്ത രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ കണ്ടുപിടിക്കുക, അതിലേക്ക് ആളുകൾ തിരിയുക, എന്നിട്ട് ഇത്തരം പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എന്നാൽ ഇനി വരുന്ന ഒരു തലമുറക്കെങ്കിലും ഇവിടെ പേടിയില്ലാതെ ഇത്തരം ദുരന്ത വാർത്തകൾ മുന്നിൽ കാണാതെ തീ തിന്നാത്ത രൂപത്തിലുള്ള ഒരു ജീവിതം കൊടുക്കാൻ നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ തന്നെ നമ്മൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും നശിപ്പിച്ച് എല്ലും തോലുമാക്കിയിട്ട് ഭൂമിയെ നമ്മൾ ഇടുന്നു. ഭൂമിക്ക് ഒന്ന് നിൽക്കാൻ പോലുമുള്ള കെൽപ്പില്ലാത്ത രൂപത്തിൽ നമ്മൾ ഭൂമിയെ നശിപ്പിച്ച് പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ആർത്തിക്ക് വേണ്ടിയിട്ട് ഭൂമിയെ നശിപ്പിക്കുന്ന പരിപാടി നമ്മളൊന്ന് അവസാനിപ്പിക്കുക. പണത്തിനേക്കാളും നമ്മുടെയൊക്കെ അന്തസ്സിനേക്കാളും ഒക്കെ വലുത് മനുഷ്യ ജീവനുകളാണ് എന്ന ബോധം നമുക്കുണ്ടാവുക. പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക, പ്രകൃതിയെ ഊറ്റിക്കുടിക്കുന്ന, പണത്തിന് വേണ്ടി പ്രകൃതിയെ ഊറ്റാവുന്നിടത്തോളം ഊറ്റുന്ന പരിപാടികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ട് ശാശ്വതമായ ഒരു പരിഹാരം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വർഷം തോറും 2 വർഷം തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ മറികടക്കാൻ നമ്മെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുക. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് മഴയാണ്. ഒരു മഴയെ നമ്മൾ ശത്രുവായിട്ട് കാണുക. ഏതു മഴ? അതിശക്തമായ മഴയെ നമ്മൾ ശത്രുവായിട്ട് കാണുക. നമുക്കൊരു ശത്രു ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ ആ ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം കരുതിയിട്ടായിരിക്കും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം. ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് മഴയാണ്. ഇവിടെ 2 സംഗതികളാണ് കൂടുതലായിട്ടുള്ളത്, വെയിലും മഴയും. വെയിൽ കൊണ്ട് നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ഇല്ല. വെള്ളത്തിന് ക്ഷാമമുണ്ടാകും, അല്ലെങ്കിൽ ചൂട് കൂടും, അത്രയേ ഉള്ളൂ. പക്ഷേ മഴയാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഈ മഴയെ എന്ന ശത്രുവിനെ നേരിടാൻ നമ്മെക്കൊണ്ട് എന്തെല്ലാം ഇവിടെ കഴിയും, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കട്ടെ. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ കുടുംബത്തെയും ഒക്കെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.